ഹായ് നമസ്കാരം. ടൂൾസ് വെച്ചാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കാർ വാഷറിൻ്റെ വാൽവുകൾ മാറ്റി പുതിയ വാൽവ് ഇടുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ വാൽവുകൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യണമെന്നും അതിൻ്റെ മെത്തേഡുകൾ എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ബാ, ഇതാണ് നമ്മുടെ കാർ വാഷ്. ഈ കാർ വാഷിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ വയലറ്റിൻ്റെ കമ്പനി 3200 എന്ന് പറഞ്ഞൊരു മോഡലാണിത്. ഇത് തന്നെ GPയുടെ ഉണ്ട്, ഗ്ലോബൽ പവറിൻ്റെ 6790 ആ മോഡലും സെയിമാണ്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതത് ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ സ്വിച്ച്, ഈ സ്വിച്ച് നമ്മൾ ഊരി എടുക്കണമെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഹെഡുമ്മ കൂടി ഇങ്ങനെ കണക്റ്റഡാണ്. അപ്പം ഇത് അഴിക്കാണ്ട് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ പണി പാടുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തൂങ്ങിക്കിടക്കും, ഈ വയറൊക്കെ ഡാമേജ് ആവാൻ സാധ്യത. അതുകൊണ്ട് നമ്മൾ ഈ കാണുന്ന പ്രഷർ ഗേജ് സ്വിച്ച് നമ്മൾ ഊരിമാരണം. ഇവിടെ ഒരു പിന്നുണ്ട്. ഈ പിന്ന് പൊക്കിയാൽ വെറുതെ ഇവിടെ വലിച്ചാൽ ഊരിപ്പോരും. ഈ കാണുന്ന പിന്ന് നമ്മളൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് പതി ഇങ്ങോട്ട് കുത്തിപ്പൊക്കി കഴിഞ്ഞാൽ ഇങ്ങോട്ട് അഴിഞ്ഞു പോരും. ഇതാണ് പിന്ന്. ഈ പിന്ന് കളയറ് സൂക്ഷിച്ച് വെക്കുക. ഇനി ഇത് ഇങ്ങോട്ട് പതിയെ വലിച്ചു കഴിഞ്ഞാൽ വലിച്ചാൽ ഇവിടെ ഊരിപ്പോരും വിട്ട്. ഇനി നമുക്ക് ഈ 3 സ്ക്രൂവും അഴിച്ചെടുക്കണം. ഇത് 3 സ്ക്രൂ എന്ന് പറഞ്ഞാൽ എൽക്കി ആണത്. ഈ എൽക്കി ഇട്ടിട്ട് ഈ 3 അഴിച്ചിട്ട് ഹെഡ് ഇങ്ങോട്ട് ഊരിയെടുക്കണം. ഹെഡ് അഴിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഇരിക്കുന്ന പീസുകൾ ഈ പ്ലഞ്ചർമേൽ തിരിച്ച് തമ്മിലോട്ട് തന്നെ വെക്കുക. ഇത് രണ്ടുകൊണ്ട് അത് അഴിഞ്ഞിരിക്കരുത്. ഇനി നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്ലഞ്ചറുകൾ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന്, അതായത് ഓയിൽ ഇല്ലായകയോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോയെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കുക. ഓണാക്കുമ്പോൾ ഇതിനകത്ത് സൗണ്ട് വേരിയേഷൻ ഉണ്ടെങ്കിൽ ഓയിലിൻ്റെ കുറവുണ്ടെങ്കിൽ സൗണ്ട് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ ഈ പ്ലഞ്ചറുകൾക്കൊക്കെ എന്തെങ്കിലും സ്പ്രിങ്ങിന് ടെൻഷൻ കുറഞ്ഞാൽ ഒരെണ്ണം കുറവുണ്ടെങ്കിൽ അതവിടെ അടിക്കാണ്ടിരിക്കുക. അപ്പോൾ അത് രണ്ടോന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കുക. ഓണാക്കിയിട്ട് പതിയെ ഒന്ന് കൈ വെച്ച് കഴിയുമ്പോൾ അതിനകത്ത് ഇങ്ങനെ പ്രഷർ ഉണ്ടാവും, ചെറുതായിട്ട് ഞങ്ങളായിട്ട്. പിന്നെ അത് ഈ മെഷീനിൽ വേറെ പ്രശ്നങ്ങളൊന്നും പ്ലഞ്ചറിന് കാണുന്നില്ല. അപ്പം നമുക്കിനി ഈ ഹെഡ് ചെക്ക് ചെയ്യാം. ഇതിനകത്തെ വാൽവുകളും അതിൻ്റെ റിങ്ങുകളും ഇത് പതിയെ അങ്ങോട്ട് മാറ്റി വെക്കാം നമുക്ക്. അപ്പം നമ്മളിത് 3 പ്ലഞ്ചറിൻ്റെ ഹോളുകളും ഉണ്ട്. ഇതേപോലെ തന്നെ 3 വാട്ടർ സീലുണ്ട്. ഇതിന് ഡബിൾ വാട്ടർ സീൽ ആയിരിക്കട്ടെ. ഇതിൻ്റെ അടിയിലൊരു വാട്ടർ സീലുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഒരു വാട്ടർ സീൽ ഇവിടെ, ഒരു വാട്ടർ സീൽ ഇവിടെ ഉണ്ട്, ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ കിടക്കണം. ഇതിൻ്റെ ഗൈഡായിട്ട് ഒരു മൈക്രോ ഫൈബറിൻ്റെ ഒരു റിങ്ങും ഇതിൽ കിടപ്പുണ്ട്. അത് അതിൻ്റെ ഫ്രണ്ടിലും 2 റിങ് ഉണ്ടാവും, ഇതേപോലത്തെ ഫ്രണ്ടിലും ഉണ്ടാവും. അത് ഞാൻ കാണിച്ചു തരാം. അത് ഈ പ്ലഞ്ചറിൻ്റെ നേരെ ഒരെണ്ണം കിടപ്പുണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഐറ്റങ്ങൾ. അപ്പം നമ്മളിത് ചെക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെക്ക് ചെയ്യേണ്ടത് ഈ സാധനം കംപ്ലൈൻറ്റ് ഉണ്ടെന്ന് നോക്കണം. ഈ കാണുന്ന വാട്ടർ സീലുകൾ വല്ലതും ഡാമേജ് ആയിട്ടുണ്ടെന്ന്. അത് നോക്കണം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു പ്ലഞ്ചർ നമ്മൾ എടുക്കണം. ഈ സെയിം അളവിലുള്ള പഴയ, അതായത് ഉപയോഗിച്ചുകൊണ്ടിരിക്കണതോ അല്ലെങ്കിൽ പുതിയതായാലും കുഴപ്പമില്ല, ആ പ്ലഞ്ചർ നമ്മൾ എടുത്തിട്ട് ഇതിൽ പതിയെ ഒന്ന് കയറ്റി നോക്കണം. കാണിച്ചു തരാം. അപ്പം നമ്മൾ വാട്ടർ സീല് പോയിട്ടുണ്ടോ ഇല്ലയെന്ന് എങ്ങനെ അറിയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഒരു പ്ലഞ്ചർ എടുത്തിട്ട് ആ പ്ലഞ്ചറിനകത്ത് പതിയെ കയറ്റി നോക്കണം. കയറ്റി നോക്കുമ്പോൾ ലൂസ് മിനിമം ഒരു ടൈറ്റ് വേണം. ഭയങ്കര ലൂസാണെങ്കിൽ ആ പ്ലഞ്ചർ കംപ്ലൈൻ്റ് ആണെന്ന് അർത്ഥം. അതുപോലെ തന്നെ 2 പ്ലഞ്ചർ നമ്മൾ എടുത്തുകൊണ്ട് ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഈ റിങ്ങിൻ്റെ ഉള്ളിലിട്ട് ചെക്ക് ചെയ്യരുത്. ഇതിനകത്ത് ഊരിയെടുക്കണം നമ്മൾ. അതായത് ഈ കിടക്കണ വാട്ടർ സീല് പതിയെ ഇങ്ങോട്ട് കുത്തിയെടുത്തിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് പിടിച്ചിട്ട് പതിയെ കയറ്റി നോക്കണം. കയറ്റി നോക്കുമ്പോൾ ഒരു മിനിമം ടൈറ്റ് ഉണ്ട്. മിനിമം ടൈറ്റ് ഉണ്ടെങ്കിൽ ഇത് ഓക്കെയാണ്, വലിയ കുഴപ്പമില്ല. ഇതുപോലെ തന്നെ ഇതിൻ്റെ രണ്ടാമതൊരു ഈ കിടക്കണത് രണ്ടാമത്തെ പ്ലഞ്ചറാണ്, വാട്ടർ സീലാണ്. ആ സീൽ നമ്മൾ പതിയെ എടുത്ത് ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെയാണ്. അപ്പോൾ ഇത് ഈ 2 ഓയിൽസ് വാട്ടർ സീലും ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വാൽവുകളാണ്. ഇവിടെ നിന്നൊരു ഇൻലെറ്റ് വാൽവും ഉണ്ട്, ഇവിടെ നിന്നൊരു ഔട്ട്ലെറ്റ് വാൽവും ഇതിനുണ്ട്.
അപ്പോൾ അത് നമുക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക, ഈ പ്ലഞ്ചർ ഒരെണ്ണം ഇതിലിങ്ങനെ ഇടുക, ഇതിലിട്ടിട്ട് അങ്ങോട്ട് ഞെക്കുക. ഞെക്കുമ്പോൾ എയർ വലിക്കണതും തള്ളണതും നമുക്ക് സൗണ്ട് കേൾക്കാൻ പറ്റും. ആ വലിക്കണതും തള്ളണതും സൗണ്ട് കേട്ടാൽ ആ ഒരു സെക്ഷൻ ഓക്കെയാണ്. അടുത്തതിലിടാം. അടുത്തതിലിടുമ്പോൾ സൗണ്ട് കേൾക്കണില്ല. അപ്പം ഈ ഇൻലെറ്റ് വാൽവും ഇതിൻ്റെ ഔട്ട്ലെറ്റ് വാൽവും നമ്മൾ ഊരി ചെക്ക് ചെയ്യേണ്ടി വരും, സൗണ്ട് കേൾക്കാത്തതുകൊണ്ട്. അടുത്തതിലിടുക, കേൾക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അകത്തേക്കുള്ള വാൽവും പുറത്തേക്കുള്ള വാൽവും നമ്മൾ ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഫസ്റ്റ് തന്നെ നമുക്ക് ഇതിനകത്ത് നോക്കാനുള്ളത് അകത്തേക്കുള്ള വാൽവ്. അകത്തേക്കുള്ള വാൽവ് ഇവിടെ ഊരിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ ഉള്ളിലാണ് ആ വാൽവ് ഇരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഇവിടെ നോക്കുമ്പോൾ ആ വാൽവിന് കംപ്ലൈൻറ്റുകളൊന്നും നേരെ കാണുന്ന വിധത്തിൽ കാണുന്നില്ല. അപ്പം നമ്മളിതിൻ്റെ ഔട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേരെ ഇങ്ങനെയാണ്. ഇതാണ് ഔട്ട്ലെറ്റ് വാൽവ്. ഈ ഔട്ട്ലെറ്റ് വാൽവ് ജസ്റ്റ് ഈ ക്യാപ്പ് തുറന്നിട്ട് നോക്കുക, നല്ല ഡാമേജ് ഉണ്ടോന്ന്. അപ്പോൾ ഇത് വന്നിട്ട് 12-ൻ്റെ സ്പാനറാണ് നമ്മൾ വീഴുന്നത്. അപ്പോൾ സ്പാനർ ഡബിൾ എൻഡ് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത് കേട്ടോ. ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ റിങ്ങനെ ഉപയോഗിക്കണം. കാരണം വെച്ചാൽ ഇത് സ്ലിപ്പായി പോകാൻ ചാൻസ്, സ്ലിപ്പായി പോയാൽ ആ നെറ്റ് കംപ്ലൈൻ്റ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് റിങ് തന്നെ പരമാവധി ഉപയോഗിക്കുക. സാധാരണ അഴിക്കണൂട്ട് തന്നെ അഴിക്കുക. നേരെ ഇങ്ങനെ പിടിച്ച് സാധാരണ അഴിക്കണൂട്ട് ആൻറ്റി ക്ലോക്കോസായിട്ട് തിരിക്കുക. അഴിച്ച് കഴിഞ്ഞിട്ട് ഈ ക്യാപ്പിങ്ങോട്ട് ഊരി മാറ്റുക. ഊരി മാറ്റിയിട്ട് ഇതിനകത്തോട്ട് നോക്കുക. ഇതിനകത്ത് നോക്കുമ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കംപ്ലൈൻറ്റുകൾ കാണില്ല. അപ്പോൾ നമ്മൾ ഊരി തന്നെ ചെക്ക് ചെയ്യേണ്ടി വരും. ഇതിനൊരു കുഴപ്പമുണ്ട്, ഈ വാൽവുകൾ ഊരിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ഇണക്കുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഊരിനേക്ക് മുമ്പ് അത് ഉറപ്പ് വരുത്തണം ഇത് തന്നെയാണോന്ന്. കാരണം ചിലത് വെള്ളത്തിൻ്റെ അംശം ഇല്ലെങ്കിൽ ഒച്ചയ്ക്ക് കേൾക്കൂല. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഈ പ്ലഞ്ചർ വെച്ചൊന്ന് ഞെക്കി നോക്കാം ഒച്ച, അതായത് അങ്ങോട്ട് ഇങ്ങോട്ട് വലിക്കുന്നുണ്ടോ. കാരണം ഡ്രൈ ആയിട്ട് നിന്നാൽ എയർ മാത്രമേ പോവുള്ളൂ. അപ്പോൾ ആ സൗണ്ട് കേൾക്കൂല. അപ്പം നമുക്ക് രണ്ടാമത് ഈ സാധനങ്ങൾ തിരിച്ചു വെക്കുക. അതായത് വാട്ടർ സീലുകൾ തിരിച്ചു വെക്കുക. വാട്ടർ സീല് തിരിച്ചു വെച്ചതിന് ശേഷം രണ്ടാമത് ഈ പ്ലഞ്ചർ വെച്ച് ഒന്നുകൂടി അടിക്കുന്നതിന് മുമ്പ് ഒരു സംഭവം ഒരിച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അടിക്കുക. അപ്പം നമ്മൾ ഇതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളം ഒഴിച്ചാൽ ആ എയറിൻ്റെ സംഭവം മാറുള്ളൂ. അപ്പോൾ അത് ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലഞ്ചറിട്ട് ഒഴിച്ചൊന്നുകൂടി അടിച്ചു നോക്കാം. അപ്പം ഔട്ട്ലെറ്റ് അടിക്കുന്നുണ്ട്, ഇൻലെറ്റാണ് അടിക്കാത്തായിട്ട് കാണിക്കുന്നത്. അപ്പം ഇൻലെറ്റിൻ്റെ ഇവിടെ നിന്ന് കയറുന്ന വാൽവായിരിക്കുള്ളൂ മിക്കവാറും കംപ്ലൈൻ്റ് ആയിട്ടുള്ളത്. ജസ്റ്റ് അപ്പുറത്തേവിടെ ഒന്ന് അടിച്ചു കൊണ്ടേട്ടാ, ഇനി അതിന് കംപ്ലൈൻറ്റ് ഉണ്ടോ എന്നറിയാം. ഞാൻ മൈക്കോടെ അടുത്ത് വെച്ചിട്ടുള്ള സൗണ്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. കേട്ടാ സൗണ്ട് കേട്ടാ, വലിക്കുന്നതും തള്ളണം സൗണ്ട് കേൾക്കും. അത് രണ്ടാമത്തേൽ ഞാൻ കാണിച്ചുതരാം. കണ്ട ആ സൗണ്ട് കേൾക്കണം, പക്ഷെ ഇതിനകത്ത് അത് കേൾക്കണില്ല. അപ്പോൾ ഇതിനകത്ത് വാൽവുകൾ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ വാൽവ് എന്തായാലും ഈ ഇൻലെറ്റ് വാൽവ് ഊരി നോക്കണം. അപ്പോൾ നമുക്ക് ഇൻലെറ്റ് വാൽവ് ഊരിയിട്ട് രണ്ടാമതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഊരിനത് പ്രത്യേകിച്ച് സംഭവമൊന്നുമില്ല കേട്ടോ. അത് പ്ലെയറിന് ഇത് ഊരിൽ ഇതിന് പ്രത്യേക ടൂൾസുകളൊന്നും നമ്മുടെ ഇല്ല. നേരെ നോസ് പ്ലെയർ വെച്ച് വലിച്ചു ഊരുക, അതാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകതരം ടൂളുണ്ട്, നമ്മുടെ കയ്യിലില്ല. നമ്മളിങ്ങനെ നോസ് പ്ലെയർ വെച്ച് ഇങ്ങനെ പിടിക്കും, വലിച്ചു ഊരിയെടുക്കും. ഇങ്ങനെ വലിച്ചു ഊരിയെടുക്കും. പക്ഷേ ഈ വാൽവ് നല്ല വാൽവായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ വേറെ എവിടെയോ ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ട്. എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നുകൂടി ഇട്ട് നോക്കാം നമുക്ക്. അത് നമ്മൾ രണ്ടാമത് ഊരി ഒന്ന് ക്ലിയർ ആക്കി ഇട്ടപ്പോൾ അത് വർക്ക് ചെയ്യണ്ട കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളും, ഇതും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാൽവിൽ എന്തോ അഴുക്ക് കയറുന്നിട്ടായിട്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ നമ്മളിത് ഈ വാൽവും അത്യാവശ്യം നല്ല പുതിയ വാൽവുകളാണ്. അപ്പോൾ അത് കംപ്ലൈൻറ്റ് വാൽവിൻ്റെ എല്ലാത്ത എന്തോ അഴുക്ക് കയറുന്നിട്ട് അതിൻ്റെ ഇടയിൽ ആ വാൽവിൻ്റെ ഇടയിൽ എന്തോ അഴുക്ക് കയറുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് പൂട്ടണം.
അപ്പോൾ ഈ വാൽവുകൾക്ക് ഇതേപോലെ 3 വാൽവുകൾ നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ സൗണ്ട് കേൾക്കണില്ലെങ്കിൽ ജസ്റ്റ് ഊരിയിട്ട് ഇതിൽ കൂടി നോക്കണം. ഇതും ഊരി നോക്കണം, ഇവിടത്തെയും അതേപോലെ 3 സെറ്റും നമ്മൾ ഊരി നോക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലത് അടിക്കും, ഡാമേജ് ആയിട്ടിരിക്കണെങ്കിലും അടിക്കും. അപ്പോൾ ജസ്റ്റ് ഞാനിത് 3ഉം ഒന്ന് അഴിച്ച് നോക്കിയാണ്. ഇതിനകത്തൊന്നും വേറെ കംപ്ലൈൻറ്റ്, അതായത് പൊട്ടിപ്പോക അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. ഇതിനകത്ത് കിടക്കുന്ന വാൽവുകളൊക്കെ നല്ല വാൽവുകളാണ്. അപ്പോൾ എന്തോ അഴുക്ക് കയറിയിട്ട് ബ്ലോക്കായി പോയതാണ്. അപ്പോൾ അത് അപ്പോൾ കാർ വാഷ് സർവീസ് ചെയ്യുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ ഞാനവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ.